യുദ്ധത്തിന്റെ കാലം കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി നയം വ്യക്തമാക്കിയത്. യുക്രൈനും റഷ്യയും അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ 4 സുപ്രധാന കരാറുകളിലും ഒപ്പുവച്ചു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിശദാംശങ്ങൾ. രോഹിണി, തീർച്ചയായും ഏറെ പുരോഗതി പ്രാപിച്ച ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ലോക സമാധാന സമ്മേളനം വരാനിരിക്കുന്നു. ആ സമാധാന സമ്മേളനത്തിൽ ഭാരതത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് യുക്രൈൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ ആ നീക്കങ്ങളുടെ ഭാഗമായി ഭാരതത്തിന് വലിയൊരു റോള് വഹിക്കാനുണ്ട്, വലിയൊരു പങ്ക് വഹിക്കാനുണ്ടെന്ന് ലോകരാഷ്ട്രങ്ങൾ പോലും അംഗീകരിക്കുന്നൊരു നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നും നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞത് ഈ യുദ്ധം അവസാനിപ്പിക്കണം. കാരണം ശ്രീബുദ്ധൻ ജനിച്ച നാട്ടിൽ നിന്നും അവിടുത്തെ പ്രധാനമന്ത്രിയായി എത്തുന്ന 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയായി എത്തുന്ന തനിക്ക് പറയാനുള്ളത് സമാധാനത്തിൻ്റെ സന്ദേശം മാത്രമാണ്. സമാധാനം പുനഃസ്ഥാപിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും വേണമെന്ന ആവശ്യം തന്നെയാണ് പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ചയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. തീർച്ചയായും രോഹിണി പറഞ്ഞതുപോലെ 4 ഉഭയകക്ഷി കരാറുകളുടെ ഒപ്പുവയ്ക്കലെല്ലാം തന്നെ അതോടൊപ്പം നടന്നുവെങ്കിലും ഈ ലോക സമാധാനത്തിൻ്റെ കാര്യത്തിൽ യുക്രൈൻ റഷ്യ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ഗൗരവമായ ഒരു ഇടപെടലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. തീർത്തും നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും, ജൂലൈയിൽ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചിരുന്നു. പുടിനുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അത്തരത്തിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1.5 മാസത്തിനകം തന്നെ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് എത്തുന്നത്. തീർച്ചയായും ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. UN വരെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അതായത് ഒരു മധ്യസ്ഥ ശ്രമത്തിനുള്ള സാധ്യത ഭാരതത്തിനുണ്ട് എന്ന് വളരെ കൃത്യമായി UN സെക്രട്ടറി ജനറലും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു റിയലൈസേഷൻ കൂടിയായിരിക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയും അതിനുശേഷമുള്ള സംയുക്ത പ്രസ്താവനയും. തീർച്ചയായും ലോക സമാധാനത്തിൻ്റെ വക്താക്കളാകാനും ഇന്ത്യ, റഷ്യ, യൂറോപ്പ് എന്നീ ഇവിടുത്തെ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകാനും പ്രബലമാകാനുമുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ട് ഈ നീക്കം. ശരി ഐസൻ. യുദ്ധത്തിന്റെ കാലം കഴിഞ്ഞെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുക്രൈൻ റഷ്യ സംഘർഷത്തിലുടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശന വേളയിൽ നയം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.